അപ്പൊ ഈ ജില്ല വിഭജിക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഈ മാപ്പ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നതല്ല ജില്ലയുടെ വിഭജനം. അതിനപ്പുറത്തേക്ക് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, DMOയുടെ ഓഫീസ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ്, ഡിസ്ട്രിക്ട് രജിസ്ട്രാറിന്റെ ഓഫീസ്, ജില്ലാ കോടതികള്, പാരലായിട്ട് 27-30ഓളം സംവിധാനങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഒരു ജില്ലാ കളക്ടറേറ്റ് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ 250 മുതൽ 300ഓളം സ്റ്റാഫ് അവിടേക്ക് വേണം. ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ മാത്രം സ്റ്റാഫ് സാലറി നിയർ അബൌട്ട് 3 to 4 crores ആണ് വരുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ വരുന്ന 1000 to 1500 crores. എന്താ ഇതിന്റെ മാനദണ്ഡം? ജില്ല ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ മലപ്പുറംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി, എറണാകുളംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താ ഇതിന്റെ മാനദണ്ഡം? ജനസംഖ്യയാണോ? ദൂരമാണോ? ജനസംഖ്യയാണെന്നുണ്ടെങ്കിൽ 1 കോടിയിൽ പരം ആൾക്കാർ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ താനെ ഇന്നേ വരെ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. താനെയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നടക്കുന്നുണ്ടോ? കേരളത്തിൽ 40 ലക്ഷത്തിൽ പരം ആളുകൾ താമസിക്കുന്നു എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ തിരൂര് വേണം ജില്ലയായിട്ട് അടുത്തത് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണോ അടുത്തത്? ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള മലപ്പുറം ജില്ലയുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 27 കിലോമീറ്റർ മാത്രമേ തിരൂരിനുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് നിലമ്പൂർ ആയിക്കൂടാ? എന്നാൽ 65 കിലോമീറ്റർ അപ്പുറത്തുള്ള നിലമ്പൂരുണ്ടല്ലോ. ഇനിയും ഡിസ്റ്റൻസ് ആണ് ഈ ഭരണ സംവിധാനത്തിന്റെ സൗകര്യം എന്നുണ്ടെങ്കിൽ ഈ പല ജില്ലകളും നമുക്ക് എടുത്തു നോക്കാം. ഗവി 115 കിലോമീറ്റർ ആണ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. അവിടെ ജില്ല കൊടുക്കുവോ? അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള ദൂരം ഏകദേശം 80ഓളം കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് പൈനാവിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് കുമളിയിലേക്കുള്ള ദൂരം 101 കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? മൂന്നാറിലേക്കുള്ള ദൂരം 102 കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ?